പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയുണ്ട് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയുണ്ട് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയുണ്ട് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയുണ്ട് നാഥൻ ചെയ്യാൻ പോകുന്നു. ഉടമ്പടിയുടെ ബേസ് എന്താ? അതിൻ്റെ സോഴ്സ് എന്ന് പറയണത്, അതിൻ്റെ ബേസ് എന്ന് പറയണത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള 8582 വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഈ 8582 വാഗ്ദാനങ്ങളിലുള്ളതേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും. ഇപ്പോൾ ഉൽപ്പത്തി മുതൽ ഈ വെളിപാട് വരെയാണ് 8582 വാഗ്ദാനങ്ങളുള്ളത്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ ഓൾറെഡി വാഗ്ദാനം ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീമാണ്. വചനത്തിൽ നമുക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം അതിൻ്റെ ബേസിക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ രൂപത്തിലാണ്. അപ്പോൾ നമ്മളുടെ സന്താനങ്ങൾ, നമ്മുടെ വിജയം, നമ്മുടെ പഠനം, നമ്മളുടെ വിസ, നമ്മുടെ PR, നമ്മുടെ സ്ഥലം വിൽപ്പന, നമ്മുടെ കിട്ടാത്ത വഴി, നമ്മുടെ കിട്ടാത്ത വെള്ളമില്ലാത്ത കിണർ എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളും വാഗ്ദാനത്തിൽ ഓൾറെഡി ഉള്ളതാണ്, സ്കീമിലുള്ളതാണ്. സ്കീമിന് പുറത്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ലൈഫ് മിഷനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വീട് റിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. അവരോട് നിങ്ങൾക്ക് പുതിയ വീട് വെച്ച് തരാം, 4 ലക്ഷം രൂപ സർക്കാരും ബാക്കി 8 ലക്ഷം നിങ്ങൾ എടുക്കണമെന്ന് പറയും. കാര്യം എന്താണ്? റിപ്പയർ ചെയ്യാൻ സ്കീമില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളെ വീട് മഴയത്ത് ചോരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തറ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് റിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് 20 വിലയിനത് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയാം. ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയാൽ 4 ലക്ഷത്തിന് പിന്നെ 8 ലക്ഷം വേറെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇതുകൊണ്ട് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഇവൻ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം, അത് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഗവൺമെൻറ് എന്താ പറയണത്? അതിന് സ്കീമില്ലെന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും സ്കീംസ് ഉണ്ട്. നമ്മൾ സ്കീമില്ലെങ്കിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആർക്കോ MLAക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ MP ഫണ്ട്, MLA ഫണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. 5 പൈസ ഗവൺമെൻറ് MPക്ക് പോലും എടുത്ത് മുടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒബ്ജക്ഷനും CIDയും വിജിലൻസും ഒക്കെ എല്ലാം വരും, എല്ലാ സിറ്റുവേഷൻസ് വരും. അപ്പോൾ എന്ത് പറഞ്ഞു? പക്ഷേ എന്താ സംഭവിച്ചാൽ സ്കീമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സെക്കുലർ കാര്യം പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അത് ആധ്യാത്മിക കാര്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിരിക്കും. കാര്യം ദൈവം ഇപ്പം നിനക്ക് വാർദ്ധക്യമാണ്, അപ്പം നിനക്ക് നിൻ്റെ രോഗം മാറി നിനക്ക് പഴയ ആരോഗ്യത്തിലേക്ക് വരണം, അതിന് സ്കീമുണ്ട്. ആ സ്കീമുണ്ട് അതിൻ്റെ അകത്ത്. ബൈബിളിൽ പല വിഷയങ്ങളിലും പറഞ്ഞു പല മേഖലകളിലും നിൻ്റെ ആരോഗ്യം, നിൻ്റെ ആയുസ് തന്നെ ദൈവം നീട്ടി തന്നെ കണ്ടിട്ടുണ്ട്. അത് ബൈബിളിലുള്ളതാണ്, ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന കാര്യം ഇപ്പം നിനക്ക് കടങ്ങൾ പരിഹരിച്ചു, അല്ലെങ്കിൽ നിൻ്റെ പഠനങ്ങൾ, ഇപ്പോൾ ഒരു സാക്ഷ്യം എന്താ വന്നിരിക്കണത്, അവർക്ക് MSc ആണ്. അവർ MSc അവർക്ക് വേണ്ടത് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ PhD വരണത്. MSc PhD അവർക്ക് വേണ്ടത് ഫിസിക്സിലെ. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ്. അപ്പോൾ BSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ബാക്കി MSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ് അവർ. അപ്പോൾ PhD കിട്ടത്തില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോഴേ ഫസ്റ്റ് സെമ്മിൻ്റെ പേപ്പർ അവർ ജയിച്ചിട്ടുണ്ട്, 3rd സെം ജയിച്ചിട്ടുണ്ട്, 4th സെം ജയിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് സെം അവർ ഫെയിലാണ്. അപ്പം PhD കിട്ടത്തില്ല. ഉടമ്പടി ഭാഷ എന്താ പറയേണ്ടത്? മെറിറ്റില്ല. അതല്ല സംഭവം. ഉടമ്പടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റില്ല. കേട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർക്ക് യോഗ്യതയില്ല. PhDക്ക് അവർക്ക് യോഗ്യതയില്ല. ഈ യോഗ്യതയില്ലാത്ത ഒരു ദുരന്തം മനുഷ്യരാശി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മനുഷ്യർ അനുഭവിക്കുമെന്ന് ആദ്യമേ കണ്ടുപിടിച്ചത് ആരാണ്? ട്രേസ് ഔട്ട് ചെയ്തത്, ആ പ്രോബ്ലം ട്രേസ് ഔട്ട് ചെയ്തത് ആരാണ്? ദൈവമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് കണ്ണെന്ന് പറഞ്ഞു പോകും. നമുക്ക് മനുഷ്യന്മാരുടെ മുഴുവൻ പ്രശ്നം എന്താണ്? അവർക്ക് ആ ഒരു സബ്ജക്റ്റിൽ യോഗ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ്. ഇപ്പം ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പഠിക്കണ കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്ര ഉണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് പലപ്പോഴും. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ ഒരു കൊല്ലമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3-ാം നിര എൻ്റെ ഡോർമെട്രിയിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരണ വരെ വെളുപ്പിന് 3:30 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും, ഇരുട്ടത്ത് നോക്കി പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെരിട്ടില്ലെന്ന് എനിക്കറിയാം. ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെരിട്ടില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ മെരിട്ടില്ലെന്നൊക്കെയാണ് പറയണത്, സ്റ്റാൻഡേർഡായിട്ട് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കണ്ണ് തുറന്നാലേ എൻ്റെ ജീവിതം ഉള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞാനും പറയും, എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല, അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് കുർബാന ചെല്ലണം, അത്രയേ ഉള്ളൂ. അത് ഇനി ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ, 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയല്ലേ. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. നിൻ്റെ ആരോഗ്യമല്ല, കർത്താവിൻ്റെ ആയുസ്സിൻ്റെ അഭിഷേകവും ആരോഗ്യം. അതാണ് ആന്തരികമായ ആരോഗ്യം. കർത്താവ് തീരുമാനിച്ചാൽ നീ നിലനിൽക്കും. കൈയിടിച്ച് കർത്താവിനെ നമ്മൾ ഈ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കണ്ണെന്താ? ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കണ്ണ് എവിടെയാണ്? കൃപയിലാണ്. മനസ്സിലായ? കൃപ, നോട്ട് ഓൺ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിലല്ല, കൃപ. എപ്പോഴും നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരമപിതാവിൻ്റെ മനപ്രസാദമായി നീ നേടിയെടുത്ത കൃപയാൽ നിന്റെ നാമത്തിലെ നെഞ്ചിലും നെറ്റിയിലും അഭിഷേകമുദ്ര സ്വീകരിച്ച എളിയ വിശ്വാസിയായ എളിയ സ്നേഹിതയായ അങ്ങയുടെ പൈതലായ എന്റെ മേൽ കൃപയുടെ അഭിഷേകം ചൊരിയണമേ. എല്ലാ വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ കൃപയാൽ നിറക്കണമേ, കൃപയാൽ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. ഇപ്പോഴൊരു ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത്. എന്തിൻ്റെ? MSc ഫിസിക്സിൻ്റെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ്. 2nd സെം തോറ്റിരിക്കണതാണ്. അപ്പോൾ നമുക്ക് മെറിറ്റില്ല. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ആശയം എമർജ് ചെയ്യും. പെട്ടെന്ന്, അതായത് ഉടമ്പടി എടുക്കുന്ന ദിവസങ്ങളിലും അക്കാലങ്ങളിലുമൊക്കെ നീ വളരെ ശ്രദ്ധിക്കണം. ഇവരെന്താ കാണിച്ചാൽ അവർക്ക് പെട്ടെന്ന് അവർ ഇമെയിലിൽ ഒരു കോൾ ഫോർ ചെയ്തു. എന്താണ്? വിയന്നയിൽ യൂണിവേഴ്സിറ്റി ഫിസിക്സിന് വേണ്ടി സയൻറ്റിസ്റ്റിൻ്റെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് പറയുന്നു. അപ്പോൾ മകൾ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ എനിക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ +2 ടീച്ചറാണ്, ബെറ്റി പുനമാവ്. ആ സാക്ഷി നിങ്ങൾ കേട്ട് കാണും. അതായത് എന്താ, അമ്മ +2 ടീച്ചറാണ്, മകൾ MScക്ക് ഫിസിക്സ് ഫെയിലാണ്. പക്ഷേ വിയന്നയിൽ സയൻറ്റിസ്റ്റിൻ്റെ PhD ഡോക്ടർ തീസിനെ വിളിച്ച് കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. ഫുൾ, അതായത് അത് കിട്ടിയാൽ ഫുള്ളായിട്ട് 5 പൈസ മുടക്കാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ അവൾക്ക് കൊതി കൊണ്ട് അമ്മയോട് ചോദിക്കും. അവൾക്ക് തോറ്റെന്ന് അമ്മയ്ക്കും അറിയാം, അവൾക്കും അറിയാം. അമ്മയോട് ചോദിക്കും, അമ്മേ ഇത് കൊടുക്കാവോ? അപ്പോൾ അവൾ കൊടുക്കണ്ട, നീ തോറ്റതില്ലെന്നല്ല, അമ്മ നെഗറ്റീവ് പറഞ്ഞില്ല. അതാണ് രസം. പക്ഷേ എന്താ പറയാഞ്ഞെന്ന് അവർ പറയുന്നു, ടീച്ചർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. എന്താ പറയാഞ്ഞത്? നീ തോറ്റതല്ലേ, ആ പേപ്പർ ഇവിടെ ഇല്ലല്ല, വെറുതെ ചുമ്മാ സമയം കളയണ്ട എന്നല്ലേ അതിൻ്റെ മറുപടി.
പക്ഷെ അവർ മകൾക്ക് ഒരു ഡെസ്ക് ആകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ പറയും നീ കൊടുക്കെന്ന് പറയും, നീ കൊടുക്കെന്ന് പറയും. ദാറ്റ് പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളോട് മുമ്പിൽ പറയണത് ഒരു 0- നിന്ന് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്യണ വിധം കണ്ടില്ലേ. 0- നിന്ന് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്ത് കയറുകയാണ് ഒരു ചെയ്യാൻ. കൊടുക്കാൻ പറഞ്ഞോടുകൂടി ഇവർ അവരുടെ ബയോഡേറ്റയും അവരുടെ മാർക്ക് ലിസ്റ്റും ഫസ്റ്റ് സെമ്മിൻ്റെ കൊടുത്തു, സെക്കൻഡ് സെം ഫെയിലാണ്, അത് കൊടുത്തില്ല. കൊടുത്താൽ അപ്പോൾ തന്നെ അവർ ക്ലോസ് ആക്കി കളയല്ല, അത് കൊടുത്തില്ല. അവർ തേർഡ് സെമ്മും കൊടുത്തു, പിന്നെ ഫോർത്ത് സെമ്മും കൊടുത്തു. അപ്പോൾ ഉടനെ സായിപ്പ് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ച് വെരി സെക്കൻഡ് സെം എന്ന് ചോദിച്ചു. അപ്പോൾ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഞങ്ങളത് ഫെയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫെയിലാണ്, അതുകൊണ്ടാണ് പ്ലേസ് ചെയ്യാഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഫെയിലാണെന്ന് പറഞ്ഞ് ഫെയിലിൻ്റെ സെക്കൻഡ് സെം സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് കൊടുത്ത് വിട്ട്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അത് നമുക്കതുകൊണ്ട് ക്ലോസ് ചെയ്യാമല്ലേ കമ്മ്യൂണിക്കേഷൻ, ഇനി അതെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കിത് ഇതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് അമ്മയും മകളും കൂടി ഫെയിലിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടണം. നിങ്ങളെപ്പോഴും വിചാരിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ അമ്മയും മകളും അല്ലല്ലോ, വേറെ ഒരാളുണ്ടല്ലോ ഉടമ്പടി ചെയ്ത ആൾ. ഇതാണ് പ്രശ്നം. ഇത് നിങ്ങൾ തിരിച്ചും അറിയാൻ മനസ്സിലാക്കണം. അവരവരുടെ രീതിയിലാണ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരാൾ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരികയാണ്, അത് വരണമല്ല. എന്താ കമ്പം വെച്ച് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷായ എന്നും പറഞ്ഞൊരു ടീച്ചർ, ഷാ സാമുവൽ, അവരെന്നാ പറയണമെന്ന് വെച്ചാൽ എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ്. എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊട്ടത്തരമൊക്കെ ചെയ്യാൻ പോയാൽ ചെയ്യിക്കത്തില്ല. ദ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആത്മാവിനെ നയിക്കപ്പെടുന്നത്. പക്ഷെ ഉടമ്പടി ആത്മാവിനാലും അമ്മയായാലും നയിക്കപ്പെടുന്നതാണ്. അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും. ഷാ പറയണത് എനിക്ക് ഇത് കൃപാസനം കുറേ പത്രമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നെ ഓരോരുത്തർക്കും കുറേ പത്രമൊക്കെ ഉണ്ട്, ചുമ്മാ തട്ടിപ്പായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ്. പക്ഷേ വൺസ് അവരുടെ അമ്മ മരിച്ചു, അവർക്ക് ഭയങ്കര ഭയമായി. കാരണം മരണം അല്ല, ഈ അമ്മ എന്ന് പറയുന്ന ആൾ ഭയങ്കര ആളായിരുന്നു. അമ്മ ദൈവത്തെ ജീവിക്കണത് ഈ ഷാ കണ്ടിട്ടുണ്ട്. 80 വയസ്സ് വരെ അമ്മ ജീവിച്ചതല്ലേ. അമ്മയ്ക്കുള്ളൊരു ക്വാളിറ്റി എന്ന് പറയണത് അമ്മ ജീവിച്ചതും വിശ്വസിച്ചതും ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെയും മനുഷ്യൻ ജീവിക്കാം, എന്തും അതിജീവിക്കാമെന്ന് ആ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അത് കറക്റ്റാണ്. അതിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് തകർച്ചയെ അതിജീവിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് കാണിച്ച് പഠിപ്പിച്ചതെന്ന് അമ്മ. അത് കാരണം ഞങ്ങൾക്കറിയാം ജപമാല മതി, ഞങ്ങൾക്കറിയാം പരിശുദ്ധ കുർബാന മതി. അങ്ങനെയാണ് ഞാനും പഠിച്ചത്, +2 ടീച്ചറായത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്ന്, എന്താ കാര്യം? അമ്മ മരിച്ചു. അമ്മ മരിച്ചോടുകൂടി എൻ്റെ ജീവിതം കാര്യം ആദ്യമായിട്ട് നമ്മൾ ഒത്തിരി മരിപ്പിലൊക്കെ പോകും, അത് നമ്മളധികം ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നമ്മളൊരു ഫങ്ഷനിൽ പങ്കെടുത്ത പോലെ പലർക്കും തോന്നത്തുള്ളൂ. പക്ഷേ വൺസ് നമ്മുടെ ഹാർട്ടായിരുന്ന ആൾക്കാർ അടർന്നു പോയി കഴിയുമ്പോൾ വി വിൽ ഫീൽ ഇറ്റ്. അപ്പോഴാണ് നമ്മൾ മരണത്തിനെ നേരെ കാണുന്നത്. ഒരു നിമിഷം നമ്മുടെ ആശയും അസ്ഥിയുമായിരുന്ന ആൾ അപ്രത്യക്ഷമായി പോകുമ്പോൾ ഫീലായി എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഫീലായി. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഫീലിംഗ് അല്ല. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. എന്തോ വലിയ ദുരന്തം കുടുംബത്തിൽ സംഭവിക്കുന്നു. പിന്നെ ഇവർ പറയും എന്തൊക്കെ കുടുംബത്തിൽ ഇനിയും ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഡിപ്രസ്ഡായിപ്പോയി. അപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകൻ വണ്ടിയിടിച്ച് മരിച്ചത്. അതോടെ അവരുടെ കാര്യം തീരുമാനമായി. അവർക്കും പിന്നെ അനങ്ങാൻ പറ്റാതെ. അപ്പോൾ ചേച്ചിയും ഞാനും ചേടത്തി അനിത്യമാണേ. അമ്മയും മരിച്ചു, ചേടത്തിക്ക് മകൻ മരിച്ചപ്പോൾ അനിയത്തിക്ക് മകൻ മരിച്ച പോലെ തന്നെയാണ്. അവർക്ക് തമ്മിൽ അത്രയും റിലേഷൻസൊക്കെ ഉള്ളവരാണ്. അതോട് ബെറ്റി അതെന്താ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡൗണായിപ്പോയി. പിന്നെ ഇനി എന്നൊക്കെ എത്ര ബുദ്ധിയുണ്ട്, എന്ത് വിശ്വാസ പാരമ്പര്യത്തിലാണ് ജനിച്ചത് ജീവിച്ചത് എന്ന് പറഞ്ഞാലും ചില ഹോംവർക്കുകൾ വന്നാൽ
നമുക്ക് ചില സമയത്ത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരിനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഗ്ലൂമിയായി ഈ അവസാദം പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, ഇൻട്രോവർട്ടായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർ പതുക്കെ ഉടമ്പടിയിലോട്ട് വരും. ആരോ ഒരു പത്രം കൊടുത്തതാണ്. അപ്പം നിങ്ങൾ ഈ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാനെങ്ങനെ ഈ പത്രം കൊണ്ടേ കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ പത്രമല്ല കൊടുക്കണത്, യു ആർ ഗിവിങ് ജീസസ് ആക്ച്വലി. അത് നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങൾക്ക് പത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് മുഴുവൻ കർത്താവിൻ്റെ വചനമല്ലേ, അത് മുഴുവൻ കർത്താവ് ഈ മാസം ചെയ്ത വർക്കുകളല്ലേ. എത്രയോ മനുഷ്യരാണ് നിങ്ങൾ വഴി കർത്താവിനെ അറിയാൻ പോകുന്നത്. അപ്പം മകനും മരിച്ചു, അതായത് ചേച്ചിയുടെ മകൻ, അമ്മയും മരിച്ചു. അതോടുകൂടി ഇവർ ഡിപ്രസ്ഡായി. കാരണം മരണത്തിൻ്റെ മണവും മരണത്തിൻ്റെ രുചിയും ഒക്കെ ഇവർ ആദ്യമായിട്ട് അനുഭവിക്കുക. ശരിക്കും ഉറ്റവർ പോകുമ്പോഴാണല്ലോ നമുക്കിതെല്ലാം അനുഭവിക്കാൻ പറ്റണത്. അതോടുകൂടി ഇവർ ഡൗണായി. അപ്പോഴാണ് ഇങ്ങനെ ഈ ഡൗണായിരിക്കുന്ന അവസ്ഥകൾ, അപ്പോഴാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്ത് ഇവർ ഈ ടീച്ചറിനെ കൊടുക്കും. പത്രമൊക്കെ വായിക്കും. പത്രമൊക്കെ വായിച്ചതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഉടമ്പടി എടുക്കും. ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. എന്താ പറയണത്? ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടനെ ഇവർക്ക് ലഭിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവർക്ക് ധൈര്യം വരും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഉടമ്പടി സാധ്യത എന്നൊക്കെ പറയണത് നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥനയുടെ സാധ്യതയല്ല ഇതിനകത്തുള്ളത്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇത്രയും ടോട്ടൽ ഡിസ്പ്രസ്ഡ് -, ആയിട്ട് ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കുന്ന ആളാണ്. ഈ ആൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ, ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് ഇന്ന് റിലേഷനിലേക്ക് വരികയാണ്. ദൈവമായിട്ട് പക്ക ഗ്യാരണ്ടീഡ് റിലേഷൻ ഉടമ്പടിയല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥനാ രീതികൾ ലോകത്തുണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷെ ദൈവവുമായിട്ടൊരു പക്ക പേഴ്സണൽ റിലേഷൻ, ഗ്യാരണ്ടീഡ് റിലേഷൻ, അത് ഉടമ്പടിയിലേ ഉള്ളൂ. എന്താ കാര്യം? ഉടമ്പടി ദൈവത്തിൻ്റെ നിർമ്മിതമായ ഒരു പദ്ധതിയാണ്, ദൈവനിർമ്മിതമായ പദ്ധതിയാണ്. നമ്മളായിട്ട് കണ്ടുപിടിച്ച ഒരു പദ്ധതിയല്ല, ദൈവനിർമ്മിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ബൈബിള് തന്നെ ദൈവം എക്സിക്യൂട്ട് ചെയ്യണത് ബൈബിൾ കൊടുത്തിട്ട് വായിക്കാനല്ല ദൈവം പറഞ്ഞത്, മര്യാദക്ക് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ബൈബിൾ 3 പ്രാവശ്യം എഴുതും, 1000 പ്രാവശ്യം എഴുതുമെന്നൊക്കെ പറഞ്ഞില്ലേ? ബൈബിൾ തന്നിട്ട് എഴുതാനല്ല ദൈവം പറഞ്ഞത്, ബൈബിൾ തന്നിട്ട് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ബൈബിളിൻ്റെ പുസ്തകത്തിന് ദൈവം ബൈബിളെന്നൊന്നും വിളിച്ചില്ല. നമ്മളിങ്ങനെ വിവരമില്ലാത്ത ആൾക്കാരങ്ങനെ വിളിച്ച പുസ്തകം അത്രേ അർത്ഥമുള്ളതിന്. ബൈബിളിന് ദൈവം വിളിച്ച പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ദാറ്റ് മീൻസ് അത് ദൈവം ചെയ്ത ഒരു കാര്യമാണ്. ബൈബിള് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ബൈബിൾ ആർക്ക് വേണേൽ പറയാം, പക്ഷേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എന്നാണ് പറയണത്. ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവം തന്നത് കൊണ്ടാണ് വിശുദ്ധമായത്. പക്ഷേ ദൈവത്തിൻ്റെ വചനങ്ങൾ അതിനകത്ത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധമായത്. പക്ഷേ വിശുദ്ധമായ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നീ അത് വായിച്ചോ, നീ അത് എഴുതിക്കോ എന്നൊന്നും അല്ല പറഞ്ഞത്, നീ അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. വചനത്തിനെ ചെയ്യാൻ വേണ്ടിയാണ് നിനക്ക് ബൈബിൾ തന്നിരിക്കുന്നത്. ഉടമ്പടി എന്ന് പറയണത് പരിശുദ്ധാത്മാവ് ഒരു അധ്യാപകനായി നിന്നുകൊണ്ട് മോശയാകുന്ന ചോക്ക് കൊണ്ട് എഴുതിയ സംഭവമാണിത്. എഴുതിയത് മോശമല്ല, ചോക്കണങ്ങേരി. എഴുതിയത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ എന്തിനാണ് എഴുതിയത്? നമ്മളും തിരിച്ചെഴുതിക്കാൻ വേണ്ടി എഴുതിയതല്ല, ദൈവം എഴുതി തന്ന് എന്ന് ഞാൻ തിരിച്ച് ദൈവത്തിന് എഴുതിയേക്കാമെന്ന് പറഞ്ഞ് തിരിച്ചെഴുതാനുള്ള സാധനമല്ല, ഇത് ചെയ്യാനുള്ള സാധനമാണ്. ആദ്യകാലം മുതലേ ബൈബിള് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് മോശ പോലും അതിനെ വിളിച്ചത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എന്നാണ്. 24-ാം അധ്യായം പുറപ്പാട് 24:7 ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാട് 24:7 വായിച്ചോളൂ.
അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ഒന്ന് പറഞ്ഞേ. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. കൈയിടിച്ച് കർത്താവ്. അപ്പൊ കർത്താവ് കൽപ്പിച്ചതെല്ലാം ഉടമ്പടി ഗ്രന്ഥമാണ് കൊടുക്കണത്. വിശുദ്ധ ഗ്രന്ഥം ബൈബിള് കൊടുത്ത് എന്താ പറയണത്? ഉടമ്പടി ഗ്രന്ഥം വായിച്ചു. എന്തിനാണ് വായിക്കണത്? ജനങ്ങളുടനെ മറുപടി പറയുന്നത് എന്താണ്? പുറപ്പാട് 24:7 എന്താ മറുപടി പറയണത്? കർത്താവ് കൽപ്പിച്ചതെല്ലാം പറഞ്ഞേ, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. അല്ലാതെ കർത്താവ് പറഞ്ഞെല്ലാം തിരിച്ചങ്ങോട്ട് കർത്താവ് എഴുതി തന്നെല്ലാം തിരിച്ചെഴുതുമെന്നല്ല പറഞ്ഞിരിക്കണം. എഴുതിക്കോ, പഠിക്കാൻ നല്ല കാര്യമാണ്. പക്ഷെ അത് ഉടമ്പടി എന്ന് പറയണത് അങ്ങനെ എഴുതാനോ അല്ലെങ്കിൽ ഞാൻ ഫുൾ ബൈബിൾ 3 പ്രാവശ്യം വായിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു കഥയുമില്ല. ഒരു ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചാലും മതി. പക്ഷെ ബൈബിളിൻ്റെ ഉദ്ദേശം എന്താ? എഴുതാൻ വേണ്ടിയുള്ളതല്ല, വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇതെല്ലാം വായിക്കുക എഴുതുക എന്നുള്ള കാര്യത്തിലൂടെ അറിയുക എന്ന പ്രോസസ്സാണ് നടക്കുന്നത്, അല്ലേ? കർത്താവിനെ അറിയണേ എന്തിനാണ്? അറിഞ്ഞ് നമ്മൾ സ്നേഹിക്കും. ഏകസത്യദൈവമായ നിന്നെയും നീയേ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവനാണ് ലക്ഷ്യം. അപ്പം ബൈബിൾ എഴുതുമ്പോൾ നമുക്ക് ലഭിക്കണ എന്താണ്? അറിവ്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കണ എന്താണ്? അറിവ്. ഈ അറിവ് എന്തിനാ? ഏകസത്യദൈവമായ നിന്നെയും 17:3 യോഹന്നാൻ 17:3 ഏകസത്യമായ അവിടുത്തെയും അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. മക്കൾ എഴുതിയാലും മക്കൾ വായിച്ചാലും അതിൻ്റെ ലക്ഷ്യം, അതിലൊരു മാർഗമാണ്, അതൊരു ലക്ഷ്യമല്ല. മക്കളെ ബൈബിൾ എഴുതിയാലും മക്കളെ വായിച്ചാലും അതൊരു മാർഗമാണ്. ലക്ഷ്യം എന്താണ്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. കർത്താവ് പറഞ്ഞൊരു വാക്കാണത്. അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ബൈബിളിൽ എന്തായിരിക്കണത്? നിത്യജീവനാണ്. നിത്യജീവനെ ഓർഡർ ചെയ്യാതെ നിങ്ങൾക്ക് ബൈബിളിനെ സമീപിക്കാനോ കർത്താവിൻ്റെ വഴി ഉപയോഗിക്കാനോ മീനിങ് ഫുള്ളായിട്ട് പറ്റത്തില്ല. അതായത് ഉടമ്പടി ദൈവത്തെ കക്ഷി ചേർക്കുന്ന പ്രാർത്ഥനയാണ്. നിൻ്റെ ജീവിതാവസ്ഥകളിൽ നിനക്ക് അവശതയുണ്ട്, നിനക്കിത് പുൾ ഔട്ട് നിനക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള നിനക്കാനുള്ള കലിബറില്ല എന്ന് വിചാരിച്ചാൽ ദൈവത്തിനെ കൂടി നീ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ പറ്റും. ദൈവത്തിനെ നിൻ്റെ ജീവിത പ്രശ്നത്തിന് ഒരു കക്ഷിയാക്കണത് അങ്ങനെ ഒരു സംവിധാനം ഉടമ്പടി അല്ലാതെ ബൈബിളിലില്ല. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അറിയണം. 2 ദിനവൃത്താന്തം 34:30 2 ദിനവൃത്താന്തം 34:30 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യൂദാ ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വലിപ്പച്ചെറുപ്പമെന്നിയെ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. കർത്താവിൻ്റെ ആലയത്തേക്ക് രാജാവും പ്രവാചകന്മാരും ന്യായാധിപന്മാരും അവിടെയുള്ള എല്ലാ പ്രഭുക്കന്മാരും ജനങ്ങളോടുകൂടി ചെല്ലും. കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെല്ലുകയാണ്. കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് ചെല്ലുകയാണ്. എന്താ ചെന്നിരിക്കണത്? പറഞ്ഞേ. ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം. ബൈബിള് കുറേ കാലത്തേക്ക് ഇവർ ഡിയാസ്പൊറയിലായിരുന്നല്ലോ. ഇവരെപ്പോഴും യുദ്ധവും ഓട്ടവും ജീവൻ പണയം വെച്ചുള്ള ജീവിതമായിരുന്നല്ല. അപ്പോഴും വൺസ് ഇവർക്ക് ആ ആധ്യാത്മിക ജീവിതമോ മതജീവിതമോ ഒക്കെ ഇല്ലാതെ ബൈബിൾ വരെ കൈമോശം വന്ന് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ദൈവം ഇത് തിരിച്ച് കണ്ടെത്താൻ ഇടയാക്കും. ബൈബിള് കണ്ടെത്തി ഉടമ്പടി പുസ്തകം എന്നാണ് പറയുക. ഉടമ്പടി പുസ്തകം കണ്ടെത്തി പറഞ്ഞ ജനം വാവിട്ട് കരയും. അത് ഭയങ്കര ഒരു ഫീലാണ് ആ സംഭവം. കാര്യം കർത്താവ് ദൈവത്തിനെ ലിങ്ക് കിട്ടിയ പോലെ ദൈവവുമായിട്ട്
എന്നിട്ട് രാജാവും ജനങ്ങളും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രഭുക്കന്മാരും എല്ലാം കൂടി ദേവാലയത്തിലേക്ക് ഇടിച്ചു കയറുമ്പോൾ എന്നാ സംഭവിക്കണത് പറഞ്ഞോളൂ. ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിപ്പിച്ചു കേൾപ്പിച്ചു. രാജാവ് ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം. ഇപ്പം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേരെന്താ? ഉടമ്പടിയുടെ ഗ്രന്ഥമെന്നാണ്. ജനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. അടുത്ത വായിച്ചു കർത്താവിനെ പിൻചൊല്ലുമെന്നും. അതെ, നോക്കിയ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻ. ഇവിടെയാണ് പ്രശ്നം. ഉടമ്പടി എന്ന് പറയണത് നിങ്ങളത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കേവലമായ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ജനങ്ങളെ വായിച്ചു കഴിച്ചപ്പോൾ ജനങ്ങൾ എന്താ പറഞ്ഞിരിക്കണത്? പറഞ്ഞേ. കർത്താവിനെ പിൻചൊല്ലുമെന്നും. ഒന്ന് പറഞ്ഞ കർത്താവിനെ പിൻചൊല്ലുമെന്നും. കർത്താവിനെ പിൻചൊല്ലുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിന്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു. അപ്പൊ രാജാവ് കർത്താവിന്റെ മുമ്പിൽ ഉടമ്പടി ചെയ്യാണ്. എന്താണ് ഉടമ്പടി ചെയ്യണത്? ദൈവം നൽകിയ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിച്ചുള്ള അതുവഴി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നിലനിന്നുകൊള്ളാവുന്ന ഉടമ്പടി ചെയ്യുകയാണ്. കാരണം ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പറ്റണത്? നിങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറുകയാണ്. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെദർ യു ക്രിസ്ത്യൻ ഓർ നോൺ ക്രിസ്ത്യൻ, അത് ഡസൻ വെയ്ക്ക് എനിത്തിങ്. അതായത് നിങ്ങളിപ്പോഴും ക്രിസ്ത്യൻ അല്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ഉടമ്പടി വൺസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കണത്? നീ നടക്കേണ്ട വഴി 32-ാം സങ്കീർത്തനം എന്താ പറയണത്? അല്ലേ? നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം. ഒന്ന് പറഞ്ഞേ. ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പൊ അതൊക്കെ വിഷം മാറുകയാണ്. കാര്യം ഇവിടെ എന്താ സംഭവം? ആ ചേച്ചി ടീച്ചറിൻ്റെ മകള് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൾക്ക് MSc സെക്കൻഡ് സെം ഫെയിലാണ്. അതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെക്കൻഡ് സെമ്മിൻ്റെ മാർക്ക് ലിസ്റ്റ് ആവശ്യപ്പെട്ടില്ലേ വിയന്ന കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞത് ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് അല്ലേ ഉള്ളൂ, അയച്ചു കൊടുത്തേക്കാം. പക്ഷെ അതുകൂടി അത് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമുക്ക് ഇനിയൊന്നും മോഹിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നീ PSC പഠിക്കാൻ പറഞ്ഞു. ടീച്ചർ മോൾക്ക് കൊടുത്ത ഉപദേശം നീ PSC പഠിക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ PSC പഠിച്ച് ജോലി വാങ്ങിക്കി നാട്ടിലെവിടെയെങ്കിലും ജീവിക്കാം എന്ന് പറഞ്ഞു. അതായത് അവരുടെ ഫയൽ മൊത്തം അവർ ക്ലോസ് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ അത് ടീച്ചറിൻ്റെ ഉപദേശമാണ്. പക്ഷേ ഉടമ്പടിക്കൊരു പ്രശ്നം, നിങ്ങളെന്ത് ഉപദേശം കൊടുത്താലും നീ നടക്കേണ്ട വഴി സങ്കീർത്തനം 32:8 വാഗ്ദാനമല്ലേ? അത് വാഗ്ദാനമാണല്ലോ. അതുകൊണ്ട് എന്നാ സംഭവിക്കണത്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം. ആരാണ്? നിൻ്റെ കൂടെയുള്ള നിൻ്റെ ദൈവം. അപ്പോൾ ഉപദേശം വന്നിരിക്കണത് എന്താ? ഉപദേശം വന്നത് പെട്ടെന്ന് ഇൻ്റർവ്യൂ റെഡിയാകാനാണ്. ഈ തോറ്റ സർട്ടിഫിക്കറ്റ് ചെന്നപ്പോഴേ, തോറ്റ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെമ്മിൻ്റെ MSc തോറ്റ സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോഴേ യൂണിവേഴ്സിറ്റിയുടെ റെസ്പോൺസ് എന്താണ്? വേഗം ഇൻ്റർവ്യൂ റെഡിയാകാൻ. അപ്പോൾ ഇവർക്ക് പേടിയായി. കാര്യം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജയിച്ചാലും പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോബ്ലം വരുമല്ലോ, മെറിറ്റ് പ്രോബ്ലം അല്ലേ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ലേ, നോട്ട് ബൈ മെറിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും അച്ഛൻ പറയണമെന്ന് ഓർക്കും. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത കൊണ്ട്. Ephesians 2:8 ഒന്ന് വായിച്ചു കിടക്കുക. ശ്രുതി. അതാണ് ഇതിൻ്റെ ആണി വചനം എന്ന് പറയുന്നത്, ഉടമ്പടിയുടെ ഒരു വചനം. എല്ലാപ്പോഴും പറയും അത്. ശ്രുതിക്കട്ടെ. Ephesians 2:8. Ephesians 2:8. വിശ്വാസം വഴി ഒന്ന് പറഞ്ഞേ.
വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ നമ്മൾ നേടിയെടുക്കുന്നതിനാണ് മെറിറ്റ് എന്ന് പറയണത്. മനസ്സിലായില്ലേ? യോഗ്യത നമ്മൾ നേടിയെടുക്കുന്നത് ആണ് മെറിറ്റ് എന്ന് പറയണത്. നിങ്ങൾ നേടിയെടുക്കാത്തതാണെങ്കിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. വർക്ക് ചെയ്യത്തില്ലെന്നല്ല, ഉടമ്പടിയിൽ വർക്ക് ചെയ്യും. എന്താ കാര്യം? ദാനമാണ് പിന്നെ വർക്ക് ചെയ്യേണ്ടത്. ഇവളുടെ സർട്ടിഫിക്കറ്റ് ഫെയിൽഡ് അല്ലേ? MSc സെക്കൻഡ് സെം ഫെയിലല്ലേ ഫിസിക്സ്? ആ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുമ്പോൾ അവിടെ മെറിറ്റ് ഇല്ലല്ലോ, യോഗ്യതയില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇവരെ കോൾ ഫോർ ചെയ്യണത്? ഇൻ്റർവ്യൂ റെഡിയാകാൻ. പെട്ടെന്ന് ഇവർ ഇൻ്റർവ്യൂ റെഡിയാവും. ഇൻ്റർവ്യൂവിന് റെഡിയാകുമ്പോൾ എന്താ സംഭവിക്കണം? ഒരു അമേരിക്കക്കാരൻ ഒരു റഷ്യക്കാരനൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യണത്. ഇവർ ഇയർഫോണൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട്, കാര്യം അവർ പറഞ്ഞാൽ മനസ്സിലാകണമല്ല, അവർ പറഞ്ഞാൽ മനസ്സിലാകണ്ടേ. അപ്പോൾ ഇവൾ ഇയർഫോണൊക്കെ വെച്ച് മാതാവിനൊക്കെ വിളിച്ച് ഉടമ്പടി തൈലമൊക്കെ നെറ്റൊക്കെ തെറ്റി. നമ്മൾ ഈ ഉടമ്പടി തൈലം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എല്ലാം ഉടമ്പടി തൈലം ഉപയോഗിക്കണം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓപ്പറേഷൻ അല്ല ഞാൻ പറയണത്. ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അശക്തരാണ്. ദൈവമേ, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് നിൻ്റെ ശക്തി എന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ ഈ മാനുഷികമായ പാവപ്പെട്ട ഉപകരണം, പാവപ്പെട്ട ബുദ്ധി, പാവപ്പെട്ട ഓർമ്മ, പാവപ്പെട്ട കഴിവുകേട്, എൻ്റെ കഴിവുകേടുകൾ അവിടെയെല്ലാം നിൻ്റെ മെറിറ്റ്, നിൻ്റെ ദാനം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിനാണ് ഈ ഉടമ്പടി തൈലം തേക്കണത്. മനസ്സിലായില്ലേ? ഇത് ഓരോ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ആക്ടിവേഷനിലൊക്കെ പ്രശ്നം ഉണ്ടാകും, അനുഭവം ഉണ്ടാകത്തില്ല. അറിവാണല്ലോ അനുഭവം. അറിവില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഒത്തിരി കാര്യം അറിയാനുണ്ട് മക്കളെ. ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻസ് അല്ലേ വരണത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടി ധ്യാനം പഴയതൊക്കെ കേൾക്കണമെന്നൊക്കെ പറയണത്. കാര്യം പണ്ട് പറഞ്ഞ കാര്യം ചിലപ്പോൾ ദൈവം പിന്നീട് ധ്യാനത്തിൽ പറയത്തില്ല. അപ്പോൾ ഞാനൊരു ഐഡിയ എനിക്ക് എപ്പോഴും ഉണ്ടാവും വചനത്തെക്കുറിച്ച്, അത്രേ എൻ്റെ മനസ്സിലുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ വന്ന് കർത്താവ് ക്രമീകരിക്കണം. അതിൽ ഞാൻ തപ്പിക്കളിക്കണം. ചില സമയത്തൊക്കെ എനിക്ക് കിട്ടണ കർത്താവ് തന്നെ വചനം, ചില സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. അങ്ങനെ വചനം ഉണ്ടെന്നറിയാം, പക്ഷേ എനിക്കതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരത്തില്ല. അപ്പോൾ അതെൻ്റെ സമയത്ത് അത് വരവായിരുന്നെങ്കിൽ ഞാനത് പഠിച്ച് പറഞ്ഞനല്ലോ. അങ്ങനെ പഠിച്ച് പറയണ അല്ലല്ലോ ഉടമ്പടി ധ്യാനം എന്ന് പറയണത്. ഉടമ്പടി ധ്യാനം ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ അല്ലേ ഉടമ്പടി ധ്യാനം കൂടണത്. അപ്പോൾ അവരുടെയൊക്കെ 3000 ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളാണല്ലോ ഉടമ്പടിയിൽ ദൈവം കൈകാര്യം ചെയ്യണത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി സംസാരിക്കും. ഇവിടെ തീർത്ഥാടന ഉടമ്പടി വന്നെങ്കിൽ നിങ്ങൾ 2000 പേർക്ക് വേണ്ടിയല്ല സംസാരിക്കണത്. ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം ഓൺലൈനിലല്ല പങ്കെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പങ്കെടുക്കണ എല്ലാവർക്കും വേണ്ടിയും അവരുടെ വ്യത്യസ്തങ്ങളായ ജീവിത പ്രശ്നങ്ങളുണ്ടാകും. അതിനെല്ലാം ദൈവം ഇൻട്രാക്ട് ചെയ്യും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം യേശുക്രിസ്തുവിൽ അതേയാണ്. കാരണം യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞു 8582 വാഗ്ദാനങ്ങളെല്ലാം കൂടി കാച്ചിക്കുറുക്കി സിംഗിൾ ആപ്പായിട്ട് ദൈവം നൽകുന്ന രക്ഷയുടെ നാമമാണ് ദ ജീസസ് ക്രൈസ്റ്റ്. തോറ്റ സർട്ടിഫിക്കറ്റ് വെച്ച് പെട്ടെന്ന് ഇൻ്റർവ്യൂ ആണ്. അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെ ഓരോരുത്തർ ലൈനിൽ വന്നിട്ട് വീഡിയോ ഇൻ്റർവ്യൂ ആണൊക്കെയാണ്. വീഡിയോ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ ടിസൻ്റെ മോള്, അയ്യോ എൻ്റെ സർട്ടിഫിക്കറ്റ് ഫെയിലാണല്ലോ, ഞാൻ ഇങ്ങനെ ഇവിടെ എന്തെല്ലാം കസത്ത് കാണിച്ചാലും എനിക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള അംബിക സസ്പീഷ്യസ് ആയിട്ടുള്ള എല്ലാ മേഘങ്ങളും കാറ്റുകൊണ്ട് തൂത്തെറിയും. പരിശുദ്ധാത്മാവ് ഒരു കാറ്റാണെങ്കിൽ നിൻ്റെ സംശയങ്ങൾ ഒരു മേഘമാണ്. എന്തുകൊണ്ട് വൈ വി ഷുഡ് ക്ലെയിം ആൻഡ് ക്ലാമർ ഫോർ ദി ഹോളി സ്പിരിറ്റ്? എന്തിനാണ് നമ്മൾ കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി കരയണത്? കാര്യം ഇതുപോലെയുള്ള സംശയമേഘങ്ങൾ ഒത്തില്ലേ എന്നാ ചെയ്യും? എൻ്റെ ജീവിതം കട്ടപ്പുകയാകുക, ഗതികേട്ടാകുക. ഇങ്ങനെ കുറേ മനുഷ്യന്മാർ ബലഹീനമാക്കുന്ന കുറേ സാങ്കല്പികമായിട്ടുള്ള ആശങ്കകളുണ്ട്. സാങ്കല്പിക ആശങ്കകൾ. ഈ സാങ്കല്പിക ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടാകും. ഈ മേഘങ്ങളെ തൂത്തെറിയണത് ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ്. പല ആൾക്കാർക്ക് ഉടമ്പടി മാതാവാണെന്നാണ് പുറമെ ചിന്തയിലാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. മാതാവ് ഇതിൻ്റെ ശക്തയായ പ്രവക്താവും മധ്യസ്ഥയുമാണ്. ഈ ശുശ്രൂഷ അല്ല, വേറെയും ശുശ്രൂഷ ഒത്തിരി ഉണ്ട്.
മാതാവ് എന്നെ കുറേ മിഷനുണ്ട്, സാമൂഹ്യമുണ്ട്. അതിലെ ഈ വിഴിഞ്ഞൻ സമരത്തിലൊക്കെ നിൽക്കണതിൻ്റെ കാര്യം പണ്ട് 32 കൊല്ലം മുമ്പ് കൃപാസനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് വ്യക്തികളുടെ ജീവിത നവീകരണത്തിൽ ഊന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദി എന്ന 92 രജിസ്റ്റർ ചെയ്തിരിക്കുക ഗവൺമെൻറ്റിൽ. അപ്പോഴും വ്യക്തികളുടെ ജീവിത നവീകരണമുണ്ട്, അത് ഉടമ്പടിയും അതുപോലെയുള്ള ശുശ്രൂഷയുണ്ട്. പിന്നെന്താ, സാമൂഹ്യക്ഷേമമുണ്ട്, അവകാശ പോരാട്ടങ്ങളുണ്ട്. മാനവികത എവിടെയെങ്കിലും വിറങ്ങലിക്കുകയോ അൺജസ്റ്റ് അഗ്രസീവ്സ് ആയിട്ടുള്ള ആൾക്കാരെ മനുഷ്യത്വത്തെ ചതക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ഈ കാലങ്ങളിലുള്ള ദൈവത്തിൻ്റെ സ്വരമായി നമ്മൾ സ്വരമുയർത്തും. ചിലപ്പോൾ പ്രതിരോധിക്കും, ചിലപ്പോൾ കളക്ടറേറ്റ് തന്നെ ചിലപ്പോൾ വളഞ്ഞിട്ടെന്ന് വരും. അത് സഭ ഒരു സാമൂഹ്യവും ആയ യാഥാർത്ഥ്യം കൂടിയാണ്. മനുഷ്യൻ്റെ ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണുനീരാണെന്ന് 50 കൊല്ലം എഴുതി വെച്ചിരിക്കുകയാണ് വത്തിക്കാൻ സുനദോസിൻ്റെ ഡിക്രിയിൽ. അതാണ് വത്തിക്കാൻ ഡിക്രി, ഗ്ലൗദിമത്ത് സ്പേസ് സഭ ആധുനിക ലോകത്തിൽ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ പാരഗ്രാഫിൽ ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണീരാണ്, അത് ദൈവത്തിൻ്റെ കണ്ണീരാണ്, അത് തുടച്ച് മാറ്റപ്പെടും. അതല്ലേ തോമസ് നെറ്റോ ആർച്ച് ബിഷപ്പ് കുരിശ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ കഴുത്തിലണിയണത് കുരിശാണ്, ഈ കുരിശ് കിടക്കുന്നവൻ്റെ പേര് ക്രിസ്തു എന്നാണ്, അവൻ ലോകത്തിന് വേണ്ടി ആഹൂതി ചെയ്തിട്ടാണ് രക്ഷ വന്നെങ്കിൽ ഞങ്ങൾക്കും ആഹൂതി ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് കുരിശ് ഉയർത്തി പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും ഒരു ആധ്യാത്മികതയെ മാത്രമെന്ന് നമ്മുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം പ്രാർത്ഥന ഉപയോഗിച്ച് പ്രാർത്ഥന ദൈവത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സോഴ്സായിട്ട് മാറ്റുമ്പോൾ അങ്ങനെയുള്ള അയ്യോപാപി ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പൂർണ്ണ തോതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൈവമായിട്ട് അടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം? നിങ്ങൾ പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കാത്തത് കൊണ്ടാണ്. പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി വിശക്കും, പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി ദാഹിക്കും. നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാരെ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണതാണ്. അവൻ പറയണത് പോലെ ചെയ്യണത്, ഉടമ്പടിയിലൂടെ വരണത് ഈ സമരവും അവകാശ പോരാട്ടവും പരിസ്ഥിതിക്കെതിരെയുള്ള സഖ്യപ്രവർത്തനം മുഴുവൻ പൊട്ടിച്ചിട്ടല്ലേ ഈ സാധനം ചെയ്യണത്. 1 കോടി കല്ലുകൾ വേണം, 1 കോടി ടൺ കല്ലുകൾ വേണം ഈ വിഴിഞ്ഞം തുറമുഖം ചെയ്യാൻ. വെറും 6 ലക്ഷമേ ഇപ്പോൾ ആയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 800 ടൺ വെള്ളത്തിൽ പോയി. ഇനി സഖ്യപ്രവർത്തനത്തിന് 2-3 മല എടുത്തു കൊണ്ടുവന്ന് അവിടെ ഇട്ടാൽ മാത്രമേ, അപ്പോൾ അതിൻ്റെ മലയും പോകും, അതുകൊണ്ട് വർഷകാലവും പോകും, കാടും പോകും, കേരളം മുഴുവനും സഹാറ മരുഭൂമിയായി പോകും. ഇപ്പം ഇതിനു വേണ്ടിയാണ് സമരം നടക്കണത്. ഇപ്പോഴ് സമരം ഇങ്ങനെ തീരത്തില്ല. സമരം എന്ന് പറയുന്നത് ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നവും ലോകത്തിൻ്റെ പരിസ്ഥിതി ദുരന്തങ്ങളുടെ ഇന്ത്യൻ വെർഷനാണ് വിഴിഞ്ഞം. ഇതൊരു വിഷയമാണ്. ഇതിനു വേണ്ടി നിങ്ങളെ ശബ്ദമുയർത്തുകയോ സാന്നിധ്യം കൊണ്ട് സഹായിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണ തോതിലുള്ള സുവിശേഷ പ്രഘോഷകരോ സുവിശേഷ നടപ്പിൽ വരുത്തുന്ന ഉടമ്പടി പടയാളികളോ ആയി മാറണത്. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ, ഒരു റഷ്യക്കാരൻ, ഒരു ഓസ്ട്രിയക്കാരൻ എല്ലാവരും വീഡിയോ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ കുട്ടി പറയുന്ന സത്യമുണ്ട്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അതായത് ഇവർക്കാണെങ്കിൽ ഭയങ്കര ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ഇൻ്റർവ്യൂവിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കുന്നത്. അവരുടെ ഫോണറ്റിസം അല്ലേ, അവരുടെ പ്രൊണൗൺസിയേഷൻസ് അല്ലേ, ഡിക്റ്റംസ്, ആക്സൻ്റൊക്കെ അവരുടേതല്ലേ. അപ്പോൾ അത് നമുക്ക് ക്യാച്ച് ചെയ്യാതെ മലയാളം ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മലയാളമല്ലേ നമ്മൾ ബേസിക്കായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്യാച്ചിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇവർ പറയണത് ആ സമയത്ത് ഇത്രയും ഈ വീഡിയോ കോൺഫറൻസിനുള്ളിൽ എനിക്ക് നന്നായിട്ട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യം എൻ്റെ ഉള്ളിൽ അഭിഷേകമായി. നോട്ട് ദ പോയിൻറ്റ്, ഇതാണ് വിഷയം. ഇവിടെ അമ്മയും പണ്ട് പറഞ്ഞതാ അത് തന്നെയല്ലേ പറഞ്ഞത്. അവരുടെ അമ്മ മരിച്ചപ്പോൾ അവർ ഡിപ്രഷനായിപ്പോയി, ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ധൈര്യം കിട്ടിയെന്ന്. ആ വാക്ക് തന്നെ ഇപ്പോൾ ഈ അവരുടെ മകളും പറയണത് എന്താണ്? ഈ റഷ്യക്കാരും അമേരിക്കക്കാരും ഓസ്ട്രേലിയക്കാരുമായിട്ട് ഞാൻ ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസ് നടത്തുമ്പോൾ
എനിക്ക് വല്ലാത്തൊരു ധൈര്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണത്, പക്ഷേ എനിക്ക് ഇന്ന് വരെ കിട്ടാത്തൊരു ധൈര്യം എനിക്ക് കിട്ടി. ദാറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദി കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ഫലം. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് ദൈവം ആദ്യം പറഞ്ഞത് എന്താണ്? റീഡ് ഇറ്റ്. ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നീ ഭയപ്പെടണ്ട. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കണതേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിനക്ക് ഞാൻ വാഗ്ദാനം തന്നിട്ടില്ലേ? എന്താണ്? നീ ശക്തനായിരിക്കുക, ശക്തയായിരിക്കുക, ധീരയായിരിക്കുക, നീ ഭയപ്പെടേണ്ടെന്ന. എന്താ കാര്യം? ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയണത്. നിങ്ങളെ ഒരു ബ്ലെസ്സിങ്സിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓവർ ബോധഡ് ആകരുത്. അനുഗ്രഹത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ ആശങ്കപ്പെടരുത്. ഉടമ്പടി ഏറ്റവും വലിയ അനുഗ്രഹം ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും നിങ്ങൾ മിനിമം വിശുദ്ധി സൂക്ഷിക്കണമെന്ന് എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പറയും. കാര്യം ജോഷുവയോട് ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ കൂടെയുള്ളവരാരാണ്? നമ്മുടെ കൂടെയുള്ളവരാരാണ്? മോസസിനോട് ആദ്യം ഉടമ്പടി ചെയ്യുന്നത് മോസസിനെ കാണാൻ വേണ്ടി ദൈവം വരുമ്പോൾ ആദ്യം മോസസിനോട് പറയണത് എന്താ? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അല്ലേ? അപ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മളും പരിശുദ്ധമായിരിക്കേണ്ട ഒരു അവസ്ഥ വരണത്. നമ്മൾ പരിശുദ്ധമായിരിക്കേണ്ട അവസ്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമല്ല, പരിശുദ്ധിക്ക് സമയ ഷോർട്ടണിങ് നടത്താനുള്ള ഒരു കഴിവുണ്ട്. സമയച്ചുരുക്കം വരുത്താനുള്ള കഴിവ് നിങ്ങളുടെ വിശുദ്ധിക്കുണ്ട്. ആരെല്ലാം ബൈബിളിൽ വിശുദ്ധീകരിച്ചുണ്ടോ അവർക്കെല്ലാം സമയ ഷോർട്ടണിങ് സംഭവിച്ചിട്ടുണ്ട്. സക്കേബൂസ് വിശുദ്ധീകരിച്ച് തന്നെ ചെയ്ത അനീതിയെ എല്ലാം ഏറ്റുപറഞ്ഞു, അതിന് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞു, തന്നെ അനുതപിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ടുഡേ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ അത് സമയച്ചുരുക്കമാണ് സംഭവിക്കുന്നത്. സമയച്ചുരുക്കവും വിശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങളുടെ സമയം ചുരുങ്ങണില്ലെങ്കിൽ നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ആന്തരികമായിട്ട് ഒരു ശോധന ചെയ്യേണ്ടതാണ്. എൻ്റെ വിശുദ്ധ നിലവാരം എങ്ങനെയുണ്ട്? വാക്ക്, പ്രവൃത്തി, വിചാരങ്ങൾ, പിന്നെ സമർപ്പണ രീതികൾ എവിടെയില്ല. അപ്പോൾ നിങ്ങളോർക്കും വിശുദ്ധി കൊണ്ട് ദൈവത്തെ വിലക്ക് വാങ്ങിക്കാമോ എന്നല്ല. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു പ്രീ റിക്വസിറ്റാണത്. ഒരു അതാണ് എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ കുറ്റമറ്റവനായിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നീ എൻ്റെ മുമ്പാകെ നിൽക്കണം. പിന്നെന്താണ്? അത് 17:1 ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട വചനമാണ്. ഉൽപ്പത്തി 17:1. അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അവകാശമായി കിട്ടിയവർക്ക് എന്താ ചെയ്യേണ്ടത്? എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. രണ്ടാമത്തേത് എന്താണ്? കുറ്റമറ്റവനായിരിക്കുക, കുറ്റമറ്റവളായിരിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു കുറ്റം കാണരുത്. കർത്താവ് കുറ്റം വിധിക്കാത്തവനാണ് ഭാഗ്യവാൻ. നിങ്ങളെ കുറ്റം വിധിക്കാത്തതല്ല പ്രശ്നം. കർത്താവ് കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ഇപ്പം നമ്മൾ നിൻ്റെ സഹോദരന് നിന്നോട് ഒരു കെറിവ്, ദേഷ്യം ഉണ്ടെന്ന് നീ കണ്ടാൽ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് അവിടെ പോയി അവനോട് പോയി അനുരഞ്ജനപ്പെടാൻ പറഞ്ഞില്ലേ? അതെന്താ കാര്യം? നിൻ്റെ മുമ്പിൽ കുറ്റമില്ലല്ലോ. നിൻ്റെ മുമ്പിൽ നോക്കിയാൽ കുറ്റമില്ലത്. എന്താ കാര്യം? അയാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്.
ഞാനൊന്നും ചെയ്തില്ലല്ലോ, അയാളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, അതിന് ഞാനെന്തിനാ ചെയ്യാനാണ്. പക്ഷേ കർത്താവ് പറയണത് എന്താണ്? കർത്താവിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കണവനാണ് ഭാഗ്യവാൻ. നിൻ്റെ മുമ്പിൽ നീ ചിലപ്പോൾ കുറ്റമറ്റ ആളായിരിക്കും, നീ ചെയ്യുന്ന തെറ്റില്ലായിരിക്കും, പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. കർത്താവ് കുറ്റം വിധിക്കാത്ത വ്യക്തിയാണ് ഭാഗ്യവാൻ. റീഡ് ഇറ്റ്, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 4:8. റോമ 4:8. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അപ്പം നമ്മൾ ഭാഗ്യവതി എന്ന് കർത്താവ് എന്നെല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് അമ്മ പറഞ്ഞില്ലേ? എന്താ കാര്യം? കർത്താവ് കുറ്റം ചുമത്താത്ത ഒരാളാണ് അമ്മ. അപ്പം നിങ്ങളെയും കർത്താവ് കുറ്റം ചുമത്തല്ലേ, എന്നെയും ചുമത്തത്തില്ലായിരിക്കും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന 99% ആൾക്കാരും കർത്താവ് കുറ്റം ചുമത്താൻ സാധ്യതയുണ്ട്. എന്ത് വകുപ്പിലാണ്? ഉടമ്പടി തെറ്റിച്ചത് കൊണ്ടൊന്നുമല്ല. പാലം കയറുവോളം നാരായണ, പാലം കയറി കഴിഞ്ഞ് എന്ത് പറയുമെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പാലം കയറുവോളം നാരായണ. ഉപവാസം, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, എന്ത് വേണം ചെയ്യാൻ തയ്യാറാകും. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പഴയ കാട്ടാളത്തിയായിട്ട് മാറും. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയങ്ങളുമായി കർത്താവ് തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ കർത്താവിന് ഉള്ള ക്ഷമ പോകും. എന്താ കാര്യം? നമ്മൾ വീണ്ടും പഴയ വ്യക്തികളായി മാറും. എന്താ പഴയ വ്യക്തികളെന്ന് പറഞ്ഞാൽ? അർത്ഥത്തെ കൂപ്പ് തേക്കത്തില്ല, ആർക്കും ഒന്നും കൊടുക്കത്തില്ല, രോഗികളെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല, ആശുപത്രിയിൽ പോകത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന ഓരോ കാട്ടായം കാണുമ്പോൾ കർത്താവിനറിയാം, ചുമ്മാ ഇതൊക്കെ വെറുതെ ഇപ്പോഴത്തേക്ക് വേണ്ടിയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. ഇവളെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഇവൾ പഴയ ആളായി മാറും. എന്താ കാര്യം? നമുക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് പ്രതികാരം ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ജോലി കിട്ടിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് കാണിക്കുകയാണ്, നമ്മളിപ്പോൾ ബൈക്കിൽ പോവാണ്, ഉടനെ ലിഫ്റ്റ് കാണിച്ച് അവർ തിരക്കായ കൊണ്ട് ചിലപ്പോൾ അവിടെ തന്തക്ക് വായി കുടിക്കാൻ മേടിക്കാൻ പോവുകയായിരിക്കും, ചിലപ്പോൾ എന്തോ ആയിക്കോട്ടെ, അവർ വണ്ടിയെ കയറ്റിയില്ല. അതോടുകൂടി നമ്മൾ ഉടമ്പടി എഴുതി വെച്ചിട്ടുണ്ട്, ബൈക്ക് വാങ്ങിക്കണമെന്ന്, ഡ്യൂക്ക് തന്നെ വാങ്ങിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പണിയായില്ലേ? എന്തിനാണ്? അവനെ കാണിക്കാൻ വേണ്ടി. അവൻ്റെ അടുത്ത് പത്രാസല്ലേ, അതിന് വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി അത് നീ ബൈക്ക് വാങ്ങിച്ചെന്ന് വിചാരിച്ചോ, നീയും അത് തന്നെ ചെയ്യും. നിന്നെ ബൈക്കെ കയറ്റാത്ത കണ്ട് നീയും ഇനി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കയറ്റത്തില്ല. ഇത് കർത്താവിന് അറിയാം. ഇതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ രക്ഷപ്പെട്ടാൽ ഞാൻ ആ പഴയ ആളായിട്ട് മാറിയിട്ട് പ്രതികാരമോ അതുപോലെ അതുപോലുള്ള ലോകത്താരുടെ നടപടിക്രമം എടുക്കുമെങ്കിൽ കർത്താവ് കുറ്റം ചുമത്തും നിങ്ങളാണ്. അവിടെ വിഷയം അതാണ്. 8:4 പറയണത്, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാനെന്ന്. കർത്താവ് 4:8 കർത്താവ് കുറ്റം ചുമത്താത്തത്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ മർമ്മമാണത്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ അനുഗ്രഹം തുടങ്ങും കർത്താവ്. ദൈവമേ, എനിക്ക് ജോലി കിട്ടിയ ഞാൻ വീണ്ടും എന്നെ വേദനിപ്പിച്ചവരുണ്ട്, എന്നെ കൂട്ടത്തിൽ കൊച്ചാക്കിയവരുണ്ട്, എന്നെ കളിയാക്കിയവരുണ്ട്. ചെറിയ ആൾക്കാർ പ്രസവിക്കാൻ നടക്കണേ എന്തിനാണെന്ന് അറിയാവോ? അവർക്ക് പ്രസവിച്ച് മക്കളെ കിട്ടാൻ വേണ്ടിയല്ല, അവരെ മച്ചിയെന്ന് വിളിച്ചവർക്ക് 2 പറയാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അവരെ ഈ ചിലപ്പോൾ മച്ചിയെന്നൊക്കെ വിളിക്കുമല്ല, അങ്ങനെ വിളിക്കും അങ്ങനെ. അപ്പോൾ അവരെ കരുതിക്കൂട്ടി വെച്ചേക്കാണ്. സ്വന്തം ഭർത്താവല്ലെങ്കിൽ ശരി, വേറെ ആരാലും ശരി, മക്കളുണ്ടായിട്ട് കാര്യമെന്ന് പറയും. അങ്ങനെ മനുഷ്യാരൂപി ഇങ്ങനെ കയറി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ മുമ്പിൽ 5:23 ലെവൽ കണ്ടില്ലേ? മത്തായി 5:23 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞേ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. മറ്റുള്ളവരോട് സഹോദരങ്ങളോട് രമ്യപ്പെടുക,
അത് നീ മൂലം ഉണ്ടായിട്ടുള്ള കുഴപ്പം അല്ലെങ്കിൽ പോലും, അവർ മൂലം ഉണ്ടായ കുഴപ്പമാണെങ്കിൽ പോലും നിങ്ങൾ രമ്യതയിലിരിക്കാനാണെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വിഷയം. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ കർത്താവ് നിങ്ങളെ കുറ്റം ആരോപിക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? കർത്താവ് ബി ഹോളി ആസ് ഐ ആം ഹോളി, എബ്രാഹത്തിനോട് പറയുന്ന വാക്കുകളാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ഇതൊരു പരിശുദ്ധിയിലേക്കുള്ള ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഓരോരോ കാര്യം സാധിച്ചെടുക്കാനുള്ള കുട്ടി ഉപായങ്ങളല്ല. ശരിക്കും പരിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. പരിശുദ്ധിയിലേക്കുള്ള വിളി അത് ബി പെർഫെക്റ്റ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതിനോട് ചേർന്ന് കർത്താവ് പറയുമ്പോഴും അതിന് മാറ്റം ഉണ്ടാക്കുന്നില്ല. പഴയ നിയമത്തിലുള്ളതാണ് ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് ദൈവം പറയണതാണ്. അത് ഈശോ വരുമ്പോഴും ശരിക്കും അത് ഈശോ അതുപോലെ തന്നെ 5:48 പറയുന്നുണ്ട്, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ പെർഫെക്റ്റ്. അപ്പോൾ അത് തന്നെ സെയിം വാക്കാണ്, തത്സമമായ വാക്കാണ്. പക്ഷേ എങ്കിലും ദൈവം ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല, നമ്മുടെ വിശുദ്ധി എന്നുള്ള നിലപാടിൽ നിന്ന് മാറുന്നില്ല. റീഡ് ഇറ്റ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടില്ലേ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ സുവിശേഷത്തിൻ്റെ സ്നേഹസാക്ഷ്യം കൊടുത്ത് നമ്മൾ വളരുകയാണ്. നിങ്ങൾ അതിലൊന്ന് ലക്ഷ്യം വെച്ച് നോക്കിക്കേ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു മോട്ടോ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഉടമ്പടി പ്രകാരം മൂവ് ചെയ്യുന്നത് കാണുമ്പോഴാണ് ബാക്കി ദൈവം സെറ്റ് ചെയ്യണത്. ഇപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പോണ എങ്ങനെയാണ്? ഇവരോട് ആ റഷ്യക്കാരൻ്റെ, അമേരിക്കാരൻ്റെയും ഓസ്ട്രേലിയക്കാരൻ്റെയും ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഉടനെ ഇവരോട് പറയുന്നതെന്ന് വെച്ചാൽ 12 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് തരുമെന്ന് പറയും. 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് തരാമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് പേടിയാവും. കാര്യം തോറ്റ സർട്ടിഫിക്കറ്റല്ലേ കയ്യിരിക്കണത്. പിന്നെ എങ്ങനെ 12 മണിക്ക് എന്ത് റിസൾട്ട് കിട്ടിയാലും നമുക്ക് പണിയല്ലേ, ഒരു കഥയില്ലാത്ത കാര്യം ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ പക്ഷേ 2 മണിക്കൂറിൽ റിസൾട്ട് വരും. യു ആർ പാസ്റ്റ് എന്ന്. യു ആർ പാസ്റ്റ്. ആ ഇൻ്റർവ്യൂവിൽ അവർ പാസ്സായെന്ന് 2 മണിക്കൂറിൽ റിസൾട്ട് വരും. അപ്പോൾ പാസ് വെച്ച് കഴിഞ്ഞാൽ വിയന്നയിൽ ഓസ്ട്രിയയിൽ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് PhDക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താ പ്രശ്നം? ഇവിടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ എന്താ, ടീച്ചറെ കണ്ണൂർ പഠിപ്പിക്കാൻ, കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് വന്നിട്ട് അവർ കേരള യൂണിവേഴ്സിറ്റിയിൽ പോകും. കേരള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ടീച്ചർ ഒരു അറ്റകൈ ചെയ്യും. ഉടമ്പടി എന്ന് പറയുന്നത് അറ്റകൈ പ്രയോഗം ചെയ്യണമല്ല, ചെയ്യാൻ അറിയണം. എന്താ പ്രശ്നം? യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് തോറ്റിരിക്കുന്നതാണ്. ആ തോറ്റ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഇവർ. പക്ഷേ ടീച്ചർ എന്താ ചെയ്യണത്? യൂണിവേഴ്സിറ്റിയുടെ തൂണിൻ്റെ താഴെ കൊണ്ട് ആൾക്കാർ ചവിട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഉടമ്പടി ഉപ്പ് പ്രതിഷ്ഠിക്കോടെ. ഈസ് എ ടീച്ചർ, ഈസ് ഡൂയിങ് സി ജീസസ്. നിങ്ങളിതിനകത്ത് നോക്കേണ്ടത് എന്താണ് അവർ ചെയ്യണമെന്ന് നോക്കണം. കാര്യം ഞങ്ങൾ ചിലപ്പോൾ ഉപ്പ് തരും, ചിലപ്പോൾ തൈലം തരും. പക്ഷേ എന്താ, അതെല്ലാം മീഡിയംസാണ്. നിങ്ങളുടെ വിശ്വാസം ഒരു കുറി നിങ്ങൾക്കത് പ്രഖ്യാപിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ മീഡിയം നിങ്ങളെ സഹായിക്കും. കാര്യം എന്താണ്? അതെല്ലാം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള സംഭവങ്ങളെയാണ്. ഉപ്പ്, അതുപോലെ തന്നെ തൈലം, ഇതൊക്കെ ദൈവം ഓരോരോ കാലത്ത് തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ദൈവനിവേശിതമായ അനുഗ്രഹ അടയാളങ്ങൾക്കും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രഖ്യാപനങ്ങളാണ്. ആഫ്റ്റർ ഓൾ നമ്മളുടെ ഈ വിശ്വാസം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണത്? ബൈ പ്രൊക്ലെയിം ദ ഫെയ്ത്ത്, അല്ലേ? നമ്മുടെ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്? അത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ. വിശ്വാസം നമുക്ക് അധരം കൊണ്ട് പ്രഖ്യാപിക്കാം, പിന്നെ ആക്ഷൻ കൊണ്ട് പ്രഖ്യാപിക്കാം. ടീച്ചർ എന്താണ് ചെയ്തിരിക്കണത്? ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റി കവാടത്തിലിടും. കവാടത്തിലിട്ടേച്ചും പറയും, കർത്താവേ, ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങാൻ നീ അനുവദിക്കാവൂ. ദിസ് ഈസ് ദ ഡിമാൻഡ്. കാരണം എൻ്റെ മകൾ ആദ്യം മുതൽ പഠിക്കണതാണ്, 1ാം ക്ലാസ് മുതൽ പഠിച്ച് കയറി വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഫ്ലോപ്പ് സംഭവിച്ച് കാണും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ പേപ്പർ പോയിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ
നിങ്ങൾക്കറിയാമല്ലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ. ചില സമയത്ത് 2-3 ദിവസം കഴിയാതെ നമുക്ക് കറക്റ്റ് പേപ്പറും കിട്ടിക്കൊണ്ട് പോരാൻ പറ്റത്തില്ല. ഒരു പേപ്പറാണെങ്കിൽ പോലും. ടീച്ചറിന് എത്ര പേപ്പർ വേണമെന്ന് അറിയാമോ? 5-6. കാര്യം യൂണിവേഴ്സിറ്റിയൊക്കെ മൈഗ്രേഷൻ അല്ലേ, മൈഗ്രേഷൻ യൂണിവേഴ്സിറ്റിയിലേക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പേപ്പേഴ്സും വേണ്ടി വരും. അപ്പോൾ ആ പേപ്പറെല്ലാം മേടിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തോട്ട സർട്ടിഫിക്കറ്റും. അവരിവിടെ ഉടമ്പടി ഇപ്പുകൊണ്ട് യൂണിവേഴ്സിറ്റി കവാടങ്ങൾ ഇട്ടിട്ട് ഒരു വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം എന്താണ്? യേശു കർത്താവാണ് എന്ന അത്തരം കൊണ്ട് ഏറ്റുപറയും. ദൈവനെ മരിച്ചുയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. കാര്യം അവരെ ട്രെയിൻഡ് ചെയ്ത് വന്നതാണ്. അവരുടെ അമ്മ ഉസ്താദായിരുന്നു, ഭയങ്കര വിശ്വാസത്തിൻ്റെ വലിയ ആളായിരുന്നു. ഒരു പഠന അധ്യാപിക പോലെയാണ് അവർ പറഞ്ഞത്. ജവമാലയും അതുപോലെ തന്നെ ദിവ്യകുർബാനയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടാമെന്ന് വിശ്വസിച്ച് ജീവിച്ച് കാണിച്ചു തന്ന അമ്മയാണ്. അമ്മ മരിച്ചപ്പോൾ ഇവർക്കൊരു ഭയമുണ്ടായി. ആ ഭയത്തെ സപ്പോർട്ട് ചെയ്യാൻ ഉടമ്പടിയിൽ പാക്കേജുണ്ട്. കാര്യം എന്താണ്? ഭയം ഉണ്ടായി. ആ ഭയത്തെ എങ്ങനെ മാറണത്? ഉടമ്പടി വഴിയാണ് ഭയം മാറണത്. കുർബാനയും ഒരു ഉടമ്പടിയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിൻ്റെ ഭയം മാറേണ്ടതാണ്. പക്ഷേ നിനക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണില്ല. നീ ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നീ അത് കുർബാന ഞാൻ പറയും നാക്കുകൊണ്ട് അടിച്ചു മാറണമെന്ന് പറയും. 100 പേര് കുർബാന സ്ഥിരിച്ചാൽ അതിൽ 80 പേര് നാക്കുകൊണ്ട് കുർബാന അടിച്ചു മാറുന്ന പാർട്ടിയാണ്. കാര്യം അവർ കുർബാനയാണെന്നറിയത്തില്ല, കുർബാന എന്താണെന്നറിയത്തില്ല. കുർബാനയ്ക്ക് വേണ്ടി ഒരു മനസ്സ് ഒരു 5 മിനിറ്റ് പോലും ഏകാഗ്രമായിട്ട് കർത്താവിനെ ഓർക്കണില്ല. അവർ കർത്താവിനെ കുറിച്ച് ചിന്തിക്കണില്ല, ആരാണ് വന്നതെന്ന് ഓർക്കണില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ വേറെ ലോകത്തേക്ക് പോയിട്ട് അങ്ങനെ ഒരാളെ സ്വീകരിച്ചതിൻ്റെ തെളിവ് പോലും ഇല്ല. മരണം സംഭവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് ഇന്നും നടക്കുന്നത് കുർബാന സ്വീകരിച്ച് പള്ളിക്ക് പുറത്തിറങ്ങുന്ന മനുഷ്യരുടെ മനസ്സിലാണ്. ശക്തനും ധീരനുമായിരിക്കുക. ആ ശക്തിയും ധീരതയും എല്ലാം ടീച്ചറ് ഈ കവാടത്തിങ്കലെ പ്രഖ്യാപിക്കുകയാണ് ശരിക്കും. എന്താ പറയണത്? ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് നീ എനിക്കത് സർട്ടിഫിക്കറ്റ് തരും. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസമാണ് സംഭവം. നിങ്ങൾക്കറിയാവില്ല വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് നമ്മൾ വിശ്വസിക്കണത്? വിശ്വസിക്കുന്നത് നമ്മൾ, പക്ഷേ എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് യേശു കർത്താവാണെന്നാണ്. ദിസ് ഈസ് ദ കോർ ഓഫ് എ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാമ്പെന്ന് പറയുന്നത് എന്താണ്? ജീസസ് ഈസ് ദ ലോർഡ്. യേശു കർത്താവാണ്. യൂണിവേഴ്സിറ്റിയുടെ ഡീനല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. എൻ്റെ മാർക്ക് ലിസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സൂപ്രണ്ടല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. ഇപ്പം ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് എനിക്ക് ജയിച്ച സർട്ടിഫിക്കറ്റ് തരും. ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്. അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഉപ്പ് ഇൻസ്റ്റാൾ ചെയ്യണത്. വിശ്വാസ പ്രമാണം ചൊല്ലി. ഇതൊരു ആക്ടിവേഷനാണ്. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത് ഇതുപോലെ ചില നടപടിക്രമങ്ങളിലൂടെയാണ്. അതിൻ്റെ ബേസ് നീയും കർത്താവുമായിട്ട് എടുത്ത ഉടമ്പടിയും അതിലും ഉറപ്പിച്ച് നീ വിശുദ്ധിയോട് ജീവിക്കുന്നതാണ് നിൻ്റെ ക്ലെയിം. ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർ കൈ സ്വസ്തിക പോലെ എടുത്ത് കൈവയ്ക്കണം. 5-6 രോഗങ്ങളുള്ളവരില്ലേ, അവർക്ക് പൂർണ്ണമായ ശരീരത്തെ കർത്താവിനെ ഏൽപ്പിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കണം. കർത്താവിന് ശക്തി നിങ്ങളിലേക്ക് കടന്നു വരേണ്ട സമയമാണ്. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ. കർത്താവ് ശക്തി ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 36 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കർത്താവ് കൃപാസം അൾത്താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പാ, മാരകരോഗികൾ, തീരാവ്യാധികള് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ സൗഖ്യമാകട്ടെ എന്ന് പിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിസർപ്പ രോഗികള്, ത്വക്ക് അലർജിയുള്ളവര്, അസ്ഥി ഉരുക്കമുള്ളവര്, അസ്ഥി ക്ഷയിക്കുന്നവര്, സോറിയാസിന്റെ രോഗമുള്ളവര്, വേരിക്കോസ് രോഗികള്, തലമുടി കൊഴിയുന്നവര്, തലയിൽ സിസ്റ്റുള്ളവര്, പിൻകഴുത്തിൽ വേദന ഉള്ളവര്, മക്കളില്ലാത്തവര്,
ഉള്ള മക്കൾ നടക്കാത്തവർ, സംസാരിക്കാത്തവർ, ഓട്ടിസം ഉള്ളവർ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗർഭിണികള്, ഗർഭത്തിൽ കുഴപ്പങ്ങളുള്ളവര്, കുഞ്ഞിന് വളർച്ചയില്ലാത്തവര്, കുഞ്ഞെത്രയും പുറത്തോട്ട് വന്നിട്ട് ലിക്വിഡ് ഫ്ലൂയിഡായിട്ട് പോകുന്നവര്, കിടപ്പ് രോഗികളായിട്ടുള്ള ഗർഭിണികളെ എല്ലാവരും സ്പർശിക്കണമേ കർത്താവേ. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഉദര രോഗികള്, മൂത്രാശയ രോഗികള്, മക്കളില്ലാത്തവര്, അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടർ പോലെ, വൈദാഖാനം പോലെ ദൈവികമായ ശക്തി വെക്കട്ടെ. കൃപാസാൽത്താറെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തില് യേശു നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ജോലി ഇല്ലാത്തവർ, ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, ജോലി നഷ്ടപ്പെട്ടവര്, ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നവര്, ഇന്റർവ്യൂവിലേക്ക് പോകുന്നവര്, ഓഫർ ലെറ്റർ വന്നതിന് ശേഷം വേറെ ഒന്നും വരാത്തവര്, പണമടച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെസ്പോൺസ് ഇല്ലാത്തവര്, കമ്പനിയിൽ നിന്ന് റെസ്പോൺസ് ഇല്ലാത്തവര്, കയ്യിരിക്കുന്ന പണവും പോയി ജോലിയുമില്ലാതെ മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാതെ മനസ്സ് കുഴങ്ങുന്നവര്, കിഡ്നി രോഗികളെയും കൂടി സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കിഡ്നി സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന സിസ്റ്റേഴ്സ്, ദൈവവിളിയിൽ പ്രയാസം അനുഭവിക്കുന്ന സിസ്റ്റേഴ്സിനെ ഈശോ കാണിക്കുന്നുണ്ട്. ദൈവവചനം കേൾക്കാൻ പറ്റാത്ത വിധം കാതുകൾ ബധിരമായി പോയവരെ കാണിക്കുന്നുണ്ട്. അവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ അകപ്പെട്ടിരിക്കുന്നവര്, അത് തിരിച്ചടക്കാൻ മാർഗമില്ലാതിരിക്കുന്നവര്, വസ്തു വിൽക്കാൻ പറ്റാത്തവര്, വാങ്ങിക്കാൻ പറ്റാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, പരീക്ഷ എഴുതാനിരിക്കുന്നവര്, ഇന്റർവ്യൂ ടെസ്റ്റിനും പോകുന്നവർ, ജോലിക്ക് യാത്ര ചെയ്യാൻ പോകുന്നവർ, ഭവനത്തിൽ കലഹങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്നവർ, സങ്കടപ്പെട്ടിരിക്കുന്നവർ, പല മയക്കുമരുന്നിനും പലതരത്തിലുള്ള രഹസ്യമായ ബന്ധങ്ങൾക്കും അടിപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതത്തിൽ നിരാശ അനുഭവിച്ച് ഭാരം അനുഭവിക്കുന്നവർ, ഓരോരോ തരത്തിൽ വിഷമം അനുഭവിക്കുന്നവർ, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ജയിലിലായി പോയവർ, വിസ ബ്ലോക്കായി പോയവർ, പാസ്പോർട്ട് വിത്ത് ഹെൽഡായി പോയവർ, എല്ലാ സാങ്കേതികമായ ദുരിതങ്ങളെ വിഷമിക്കുന്നവർ, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാത്തവർ, അതിനുള്ള തടസ്സങ്ങളുള്ളവർ, പഠനത്തിന് തടസ്സമുള്ളവർ, അവരുടെ ഓരോരോ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ മാർഗമില്ലാത്ത എല്ലാം കെട്ടിക്കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. യാത്രയ്ക്ക് ഒരുമ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഫയലുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ കെട്ടിക്കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ പേപ്പറുകൾ ഓരോ തരത്തിലും ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥകൾ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും എമർജൻസി ആയിട്ട് രേഖകൾ കിട്ടാതെ വിഷമിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ആൾക്കാരുടെ മർക്കടം മുട്ടിയും കടുംപിടുത്തവും വട്ടം ചവിട്ടും കാരണം അവരുടെ ജീവിതത്തിൽ മൂവ്മെൻ്റ് ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏജ് ഓവറായതുകൊണ്ട് തടസ്സമുള്ള വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക പ്രശ്നങ്ങൾ കാരണം വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തടസ്സമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ട് വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ തടസ്സങ്ങൾ ഈശോ എടുത്തു മാറ്റട്ടെ. ശ്രദ്ധിക്കട്ടെ. ജപ്തി നടപടി നേരിടാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി ഉടനെ പേപ്പറിൽ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മലമുകളിലെയും കാട്ടിലെയും പല സ്ഥലങ്ങളിലേക്കും നമുക്ക് കിട്ടിയ സ്ഥലം വിറ്റുമാറ്റാനും പറ്റാത്ത വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടകയിൽ പെട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഓരോ തരത്തിലും വിഷമിക്കുന്നവരുണ്ട്. വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞവരുണ്ട്. വാടകയ്ക്ക് വീട് തിരക്ക് നടക്കുന്നവരുണ്ട്. വാടക കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട്. പൈസ കിട്ടാത്തവരുണ്ട്. അത് കേസായവരുണ്ട്. പല മേഖലകളിൽ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു തൊഴിൽ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നവർ, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ പല കാരണങ്ങളും നിന്ന് പോയവർ, കോവിഡിന് ശേഷം ഒരു തൊഴിലും ഗുണം പിടിക്കാതിരിക്കുന്നവർ, വരുമാനം എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത
അവസാനത്തെ ഒരു പിടി കാശുമായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് അമ്മയെ, പരിശുദ്ധ അമ്മയെ അവരുടെ കൈകളിൽ അമ്മ കൂടി പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. വീട് ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉള്ള വീട് ഉറഞ്ഞു പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീട് വിൽക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്ഥലം മാറി താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജോലി കിട്ടാൻ വേണ്ടി ജോലി കിട്ടിയിട്ട് മാത്രമേ കാര്യങ്ങളിൽ നീക്കപ്പോക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് ഏർപ്പെടാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിവാഹം ഇല്ലാത്തവർക്ക് വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി തടസ്സങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മുട്ടയിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കുക, കൈകൾ കൂപ്പി ആദരവോടെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈശോ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ എൻ്റെ മക്കൾ ഓർക്കണം. ഇപ്പോഴേ നിങ്ങളുടെ കാര്യം അമ്മ അത് ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. നീര് കെട്ടിയ രോഗങ്ങൾ, വാതരോഗങ്ങൾ, ശരീരത്തിൽ ചില അവയവങ്ങൾ കൂടുതലായിട്ട് വളരുന്നത്, ചില അവയവങ്ങൾ സൂക്ഷിച്ചു പോകുന്നത്, ചില അവയവങ്ങൾക്ക് ക്യാൻസർ പിടിച്ച് ചെറുതാകുന്നത്, എല്ലാം കർത്താവ് രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒലിപ്പ് രോഗങ്ങൾ, മൂക്കിൽ നിന്നൊഴുക്കുന്നവർ, രക്തസ്രാവങ്ങൾ, മുത്തമറിയാതെ പോകുന്നവർ, മലമറിയാതെ പോകുന്നവർ, കാലിൽ നീതി കെട്ടിക്കിടക്കുന്നവർ, എല്ലാവരും ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നടുവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നടുവിൻ്റെ കസ്റ്റേജുകൾ വിട്ടിരിക്കുന്നവരെ, മുട്ടിൻ്റെ ലിഗമെൻ്റ് പോയിരിക്കുന്നവർ, ആശുപത്രി കിടക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ശത്രുക്കട്ടെ, കർത്താവിന് ശത്രുക്കട്ടെ. അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. മാരക രോഗികളെ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. അരികിൽ വരണേ, ഒരുമിച്ച് പാടുക. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം മൗനമായി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും